എല്ലാവർക്കും നമസ്കാരം. പണമില്ലെങ്കിൽ മനുഷ്യൻ ലോകത്തിൽ എന്തു ചെയ്യും? സ്നേഹത്തേക്കാൾ, വിശ്വാസത്തേക്കാൾ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ആദ്യം ചോദിക്കുന്നത് പണമുണ്ടോ എന്നാണ്. എന്നാൽ ചാണക്യൻ പറഞ്ഞത് ധനമില്ലാത്തവന് എല്ലാ ബന്ധങ്ങളും അകലുമെന്നാണ്. അതാണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പണം നേടാനുള്ള രഹസ്യം എന്താണ്? അത് വെറും കഠിനാധ്വാനമല്ല, അത് ബുദ്ധിയുടെയും ശരിയായ സമീപനത്തിൻ്റെയും കളിയാണ്. ഇന്ന് ലോകം പറയുന്നത് പണമുള്ളവനാണ് ധനികൻ എന്നാണ്. വലിയ കാർ, ആഡംബര വീട്, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, വിദേശയാത്രകൾ, ഇതാണ് ധനികതയുടെ അടയാളമെന്ന് നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ എല്ലാം ഉള്ളവരിൽ എത്ര പേർ സന്തോഷത്തോടെ ഉറങ്ങുന്നുണ്ടെന്നറിയാമോ? എത്ര പേർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നുണ്ടെന്നറിയാമോ? അതാണ് യഥാർത്ഥ ചോദ്യം. എന്താണ് പണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം? പണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അതേസമയം ഏറ്റവും വലിയ ഭയവുമായി അത് നിലകൊള്ളുന്നു. പണം കിട്ടാത്തവൻ വിഷമിക്കുന്നു, കിട്ടിയവനാവട്ടെ അത് നഷ്ടപ്പെടുമോ എന്നോർത്ത് പേടിക്കുകയും ചെയ്യുന്നു. ധനം എന്നത് മനുഷ്യൻ്റെ ബാഹ്യബലം മാത്രമല്ല, അതൊരു അന്തർബലം കൂടിയാണ്. പണം ശരിയായി മനസ്സിലാക്കിയാൽ അത് നിന്നെ വളർത്തും, തെറ്റായി മനസ്സിലാക്കിയാൽ അത് നിന്നെ നശിപ്പിക്കുകയും ചെയ്യും എന്നാണ് ചാണക്യൻ വ്യക്തമാക്കിയത്. പണത്തെക്കുറിച്ച് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ധാരണകളാണുള്ളത്. നമ്മളിൽ പലരും കരുതുന്നത് പണം എന്നത് നോട്ടുകളാണ്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആണ്. പക്ഷേ അത് വെറും ഒരു ആകൃതിയാണ്. യഥാർത്ഥം അതിൻ്റെ ഉള്ളടക്കമാണ്, അഥവാ അതിൻ്റെ ശക്തി. പണം ഒരു എനർജിയാകുന്നു. നിന്റെ സമയവും കഴിവും വിൽക്കുന്നവനാണ് നീ. അതിനു പകരം നിനക്ക് ലഭിക്കുന്നത് പണം എന്ന രൂപത്തിലുള്ള ഒരു ഊർജ്ജമാണ്. അതിനാൽ പണം വെറും സമ്പാദിക്കാനുള്ള വസ്തു മാത്രമല്ല, അത് നിന്റെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. നീ എത്ര മൂല്യമുള്ളവനാണെന്ന് ലോകം പറഞ്ഞു കൊടുക്കുന്നത് ഭാഷയാണ് പണം എന്നത്. ഉദാഹരണത്തിന്, ഒരു നല്ല ഡോക്ടറിന് രോഗികൾ വരും. നല്ല അധ്യാപകനായാലോ നല്ല വിദ്യാർത്ഥികൾ വരും. നല്ല മനുഷ്യനായാൽ അവസരങ്ങളും വരും. അതിനാൽ പണം സമ്പാദിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ മൂല്യം കൂട്ടേണ്ടതുണ്ട്. പണം നമ്മെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പണത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതെപ്പോഴോ നമ്മുടെ മാസ്റ്ററായി മാറുന്നു. പണത്തിനായി രാത്രി ഉറങ്ങാതെ, ബന്ധങ്ങൾ ഉപേക്ഷിച്ച്, സന്തോഷം വിട്ട് ജീവിക്കുന്നത്, അതാണ് പണത്തിൻ്റെ അടിമത്തം എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥ ബുദ്ധിമാന്മാർ പണത്തോട് അടിമയാവില്ല. അവർ പണത്തെ ഉപയോഗിക്കും, അത് വളർത്തും, അതിലൂടെ മറ്റുള്ളവർക്ക് മൂല്യം സൃഷ്ടിക്കുകയും ചെയ്യും. ചാണക്യൻ പറഞ്ഞിരുന്നു, ധനം കൈവശം വെക്കുക, പക്ഷെ അതിൻ്റെ ഹൃദയത്തിൽ വെക്കരുത്. അതായത് പണം കയ്യിൽ വേണം, പക്ഷെ അതിനെ മനസ്സിൽ പാർപ്പിക്കരുതെന്ന്. ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ഒരാൾ തൻ്റെ കുടുംബം ഉപേക്ഷിച്ച് വിദേശത്ത് ജോലി ചെയ്തു 20 വർഷം. വലിയ പണം സമ്പാദിച്ചു. തിരികെ വന്നപ്പോൾ അയാൾക്കുണ്ടായത് വലിയ വീട്, പക്ഷെ ഒറ്റപ്പെട്ട ജീവിതം. അയാളുടെ കണ്ണുനീര് നമ്മളെ പഠിപ്പിക്കുന്നത് പണം എല്ലാം അല്ല എന്നതാണ്. പണത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും. പക്ഷേ സമാധാനം, സ്നേഹം, സന്തോഷം തുടങ്ങിയവ പണം കൊണ്ട് മാത്രം നേടാനാവുമെന്ന് നാം വിശ്വസിക്കരുത്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ധനം സൃഷ്ടിക്കൂ, പക്ഷെ ധർമ്മം മറക്കരുത്. നീ അനീതിയോടെ സമ്പാദിച്ച പണം ഏതെങ്കിലും ഒരു ദിവസം നിന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന്, പലരും അനീതിയോടെ പണം സമ്പാദിച്ച് പിന്നീടെല്ലാം നഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ബിസിനസ് തകർച്ച, ആരോഗ്യ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ അസ്വസ്ഥത, അതൊക്കെ സംഭവിക്കുന്നതിന് കാരണം ധനം വളർന്നിട്ടും മൂല്യം വളരുന്നില്ല എന്നതുകൊണ്ടാണ്. നമുക്കിനി ഒരു കഥയിലൂടെ കടന്നു പോകാം. ഒരു പ്രാചീന ഗുരുകുലത്തിൽ ചാണക്യൻ തൻ്റെ 2 പ്രിയ ശിഷ്യന്മാരെ വിളിച്ചു. അവരിൽ ഒരാൾ ധനതാൽപര്യമുള്ള വിക്രമനും മറ്റേയാൾ മനസ്സ് തുളുമ്പുന്ന അർജുനനുമായിരുന്നു. ചാണക്യൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും 1 മാസത്തിനുള്ളിൽ ധനം സമ്പാദിച്ച് എനിക്ക് കാണിക്കണം. എങ്ങനെ സമ്പാദിക്കുന്നു എന്നതാണ് പരീക്ഷണം. 2 പേരും പുറപ്പെട്ടു. വിക്രമൻ നഗരത്തിലേക്ക് പോയി. അവൻ കച്ചവടം തുടങ്ങി. വില കൂടിയ സാധനങ്ങൾ വില കുറച്ചു വാങ്ങി അത് വില കൂട്ടി വിൽക്കുകയും ചെയ്തു. തീർച്ചയായും അവന് ബുദ്ധിയുണ്ട്. പക്ഷെ അവൻ അളവ് തെറ്റിച്ച് ആളുകളെ വഞ്ചിക്കാൻ തുടങ്ങി. കുറഞ്ഞ തൂക്കം കൊടുത്ത് പഴയ വസ്തുക്കൾ പുതിയതെന്ന് പറഞ്ഞ് വേഗത്തിൽ ധനം സമ്പാദിക്കുകയും ചെയ്തു. അവൻ്റെ പെട്ടി പണം കൊണ്ട് നിറഞ്ഞു. പക്ഷെ അവൻ്റെ മുഖത്ത് ആനന്ദം കാണാനായില്ല. അർജുനനാവട്ടെ മറുവശത്ത് തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. അവൻ ചെറിയൊരു നിലം കൃഷിക്കായി വാങ്ങുകയും ചെയ്തു. അവിടെയുള്ള പാവപ്പെട്ടവരെയെല്ലാം കൂട്ടി അവിടെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അവൻ കൃഷി നടത്തി, ചെറിയ ലാഭവും നേടി. ലാഭത്തിൻ്റെ ഒരു ഭാഗം സഹപ്രവർത്തകർക്ക് നൽകി, മറ്റൊരു ഭാഗം അവൻ സംരക്ഷിക്കുകയും ചെയ്തു. കുറച്ചു ധനം ക്ഷേത്രത്തിനും നൽകി. 1 മാസം കഴിഞ്ഞപ്പോൾ 2 പേരും ഗുരുവിൻ്റെ മുന്നിൽ ചെന്നു. വിക്രമൻ പെട്ടി തുറന്നു കാണിച്ചു. നിറയെ പണമാണ്. ഗുരുവേ, ഞാൻ വിജയം നേടിയെന്ന് പറയുകയും ചെയ്തു. അർജുനൻ പെട്ടിയിൽ നിന്ന് അല്പം നാണയം മാത്രം എടുത്തു കാണിച്ചു. പക്ഷെ അവൻ പറഞ്ഞു, ഗുരുവേ, ഇതാണ് എൻ്റെ ലാഭം. എന്നാൽ ഇതിൻ്റെ പിറകിൽ ഒരു ഗ്രാമം ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചാണക്യൻ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വിക്രമ, നീ ധനം സമ്പാദിച്ചു, പക്ഷെ മനസ്സ് നഷ്ടപ്പെടുത്തി. അർജുന, നീ ധനം കുറച്ച് സമ്പാദിച്ചു, പക്ഷെ മൂല്യം സൃഷ്ടിച്ചു. ധനം എന്നത് വെറും നേട്ടമല്ല, അത് മനസ്സിൻ്റെ പ്രതിഫലനമാണ്. പിന്നെ അദ്ദേഹം 2 പേരോടും പറഞ്ഞു, ധർമ്മം വിട്ട് സമ്പാദിച്ച ധനം ഒരു നാൾ തീയായി തിരിച്ചു വരും. ധർമ്മത്തോട് ചേർന്ന് സമ്പാദിച്ച ധനമാകട്ടെ നിനക്ക് മാത്രമല്ല, അത് ലോകത്തിനും അനുഗ്രഹമായി മാറും. അന്നു മുതൽ വിക്രമൻ തിരിച്ചറിഞ്ഞു, വഞ്ചനയിലൂടെ കിട്ടിയ പണം അവൻ്റെ ഹൃദയത്തിൽ തീയാണ് കത്തിച്ചിരുന്നത്. അവൻ കച്ചവടം തുടർന്നു, പക്ഷേ ധർമ്മത്തോടുകൂടി മാത്രം. അർജുനൻ തൻ്റെ ഗ്രാമത്തെ വികസിപ്പിച്ചു. അവൻ്റെ പേര് പിന്നീട് ചാണക്യൻ തൻ്റെ ശിഷ്യരിൽ അഭിമാനത്തോടെ പറയുന്ന ഒരു ഉദാഹരണവുമായി മാറി. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്?
ധനം സമ്പാദിക്കുക എന്നത് വലിയ കാര്യമല്ല, പക്ഷേ അതെങ്ങനെ സമ്പാദിക്കുന്നു എന്നതിലാണ് കാര്യം. ധർമ്മത്തോടൊപ്പം ലഭിച്ച പണമാണ് യഥാർത്ഥ സമ്പത്തായി നിലകൊള്ളുന്നത്. പണത്തിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് നോക്കാം. പണം നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണ്. ഒരു മനുഷ്യൻ പണത്തെ എങ്ങനെ കാണുന്നു എന്നത് അവൻ്റെ ബാല്യകാലം, കുടുംബം, സമൂഹം, വിദ്യാഭ്യാസം എന്നിവയിലൂടെ രൂപപ്പെടുന്നതാണ്. ചിലർ പണത്തെ ദോഷമെന്ന് കാണും, ചിലർ സാധനമെന്നും കാണും. നീ പണത്തെ ഭയത്തോടെയാണ് കാണുന്നതെങ്കിൽ പണം നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. പണം നല്ലതാണെന്ന് വിശ്വസിച്ച് അതിനെ ബുദ്ധിയോടെ ഉപയോഗിക്കുന്നവനാണ് പണം ആകർഷിക്കുന്നവൻ. പണം നമ്മെയാണോ അതോ നാം പണത്തെയാണോ നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്തണം. പണം ജീവിതത്തിലെ പ്രധാന ഘടകമാണ്, പക്ഷേ അത് ഒരിക്കൽ മാസ്റ്റർ ആകുമ്പോൾ പ്രശ്നം തുടങ്ങുന്നു. അധിക ആഗ്രഹം, താരതമ്യം, കാമം ഇവയാണ് പണത്തിൻ്റെ മാനസിക കുടുക്കുകൾ. ചിലർ പണത്തിനായി ജീവിക്കുന്നു, പക്ഷേ ബുദ്ധിമാന്മാർ പണം കൊണ്ട് ജീവിക്കാനുള്ള മാർഗങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പണം നമ്മുടെ സേവകനായി നിലനിൽക്കണം, മാസ്റ്ററായി മാറരുത്. പണവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വികാരങ്ങളുണ്ട്. പണത്തിന് നേരിട്ട് ബന്ധമുള്ള 4 പ്രധാന വികാരങ്ങൾ. അതായത് 1 ഭയം, പണം പോകുമോ എന്നുള്ള ഭയം. 2ാമതായി ലജ്ജ, എനിക്കത് വേണ്ടെന്ന് പറയുന്നത് തെറ്റാണോ എന്ന ചിന്തയാണത്. 3ാമതായി ആത്മവിശ്വാസം, ഞാൻ പണം സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നതാണ്. 4ാമതായി കൃതജ്ഞത, എനിക്കുള്ളത് മതി എന്നുള്ള മനുഷ്യൻ്റെ കൃതജ്ഞത. ഒരു വ്യക്തി പണത്തെ ഭയത്തോടെയും കുറ്റബോധത്തോടെയും കാണുമ്പോൾ അവൻ്റെ സമ്പാദനശേഷി തടസ്സപ്പെടുന്നു. പക്ഷേ വിശ്വാസത്തോടെയും കൃതജ്ഞതയോടെയുമാണ് കാണുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി പണത്തിൻ്റെ ഒഴുക്ക് വരും. പണം നേടുന്നത് ബുദ്ധിയല്ല, അത് നിലനിർത്തുന്നതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത്. മനഃശാസ്ത്രപരമായി ഒരാൾ പെട്ടെന്ന് ലാഭം ലഭിക്കുമ്പോൾ അവനത് ചെലവാക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം മനസ്സിന് അത്ര വലിയ സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള പരിശീലനമില്ല. അതിനാൽ പണം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് മനസ്സിനെയാണ് നാം വളർത്തേണ്ടത്. അതുതന്നെയാണ് ഫിനാൻഷ്യൽ മെച്യൂരിറ്റി എന്നും പറയുന്നത്. പണത്തിൻ്റെ ഒഴുക്കെന്നത് ഒരു ഊർജ്ജമാണ്. നീ അതിനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ അത് നിശ്ചലമാകും. പങ്കുവയ്ക്കാനാണ് അത് ശ്രമിക്കുന്നതെങ്കിൽ അവ വളരുകയും ചെയ്യും. നീ ചെലവാക്കുമ്പോഴും സംഭാവന ചെയ്യുമ്പോഴും അതിനെ ബുദ്ധിയോടെ ചെയ്യുക. അത് നിനക്ക് തിരിച്ചു വരും. ഇത് മനഃശാസ്ത്രം മാത്രമല്ല, ഒരു ജീവിത തത്വം കൂടിയാണ്. പണത്തിൻ്റെ മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് പണത്തെ ഭയപ്പെടരുത്, അതിനെ മനസ്സിലാക്കുക എന്നാണ്. പണത്തിൻ്റെ മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് പണത്തെ ഭയപ്പെടരുത്, അതിനെ മനസ്സിലാക്കുക എന്നതാണ്. അവ സമ്പാദിക്കാനുള്ള ആഗ്രഹം ശരിയാണ്, പക്ഷേ അത് അളവിൽ മാത്രമായിരിക്കണം. പണമില്ലെങ്കിൽ നിനക്ക് സമാധാനം കുറയാം, പക്ഷേ പണം മാത്രമുണ്ടെങ്കിൽ അതും പോരാ എന്ന് തിരിച്ചറിയണം. പണം നിന്റെ മനസ്സിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് പെരുമാറും. നീ സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ആണെങ്കിൽ പണം നിന്റെ ജീവിതത്തിലേക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ തന്നെ വരും. പണം സമ്പാദിക്കാനായിട്ടുള്ള കുറച്ച് പ്രായോഗിക മാർഗ്ഗങ്ങൾ കൂടി പറഞ്ഞു തരട്ടെ. പണം സമ്പാദിക്കുക എന്നത് ഭാഗ്യമല്ല, അതൊരു ശാസ്ത്രമാണ്. പണം നിനക്ക് ലഭിക്കുന്നത് നീ മറ്റുള്ളവർക്ക് മൂല്യം സൃഷ്ടിക്കുമ്പോഴാണ്. നീ എന്ത് ചെയ്താലും അതിൽ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. മൂല്യം നൽകുന്നവർക്ക് പണം സ്വാഭാവികമായും ഒഴുകിയെത്തും. 1ാമതായി കഴിവ് വളർത്തുക എന്നതാണ്. പണം ഒരു ദിവസത്തിൽ കിട്ടിയേക്കാം, പക്ഷേ കഴിവ് ആജീവനാന്തകം സമ്പത്താണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ധനം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും, വിദ്യ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പ്രതിമാസം ഒരു പുതിയ കഴിവ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വിൽപ്പന, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻസ്, അതുപോലെ നിങ്ങളുടെ കഴിവുകൾ വളർത്തുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കണം. 2ാമതായി വിവിധ വരുമാന മാർഗ്ഗങ്ങൾ. ഇന്ന് ഒരു ജോലി മാത്രം മതി എന്ന കാലമൊക്കെ പോയി. പണം നിലനിർത്താൻ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ വേണം. 3ാമതായി പണം സംരക്ഷിക്കുക. സമ്പാദിക്കുന്നതിന് തുല്യമാണ് സംരക്ഷണവും. ചാണക്യൻ പറഞ്ഞത് വരുമാനത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും സംരക്ഷിക്കണം, ദുരന്തം മുന്നറിയിപ്പില്ലാതെ വരും എന്നതാണ്. വരുമാനം കിട്ടുന്ന ഉടനെ എല്ലാം ചെലവഴിക്കരുത്. ഒരു ലളിത നിയമം പാലിക്കുക. 50% ആവശ്യങ്ങൾക്കായി, 30% ആഗ്രഹങ്ങൾക്കും, 20% സംരക്ഷണത്തിനായും ഉപയോഗിക്കുക. 4ാമതായി നിക്ഷേപിക്കുക. നിങ്ങൾക്ക് വിവിധ മ്യൂച്വൽ ഫണ്ടുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ചെറിയ തുക കൊണ്ട് തുടങ്ങി നിരന്തരം നിക്ഷേപിക്കുക. അതാണ് വളർച്ചയുടെ രഹസ്യം. 5ാമതായി പണത്തോടുള്ള മനോഭാവം മാറ്റുക. അവസരങ്ങളെല്ലാം അനന്തമാണ്. പണം നിനക്ക് ആവശ്യമില്ലെങ്കിൽ അത് നിന്നെ വിട്ടുപോകും. പക്ഷെ നീ അതിന് മൂല്യം, ബുദ്ധി, ഉദ്ദേശം നൽകുന്നുവെങ്കിൽ പണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ധനികരുടെ സമ്പാദ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ധനികർ പെട്ടെന്ന് പണം ലഭിച്ചതുകൊണ്ടല്ല സമ്പന്നരായത്. അവർ പണത്തോട് ബുദ്ധിയോടും ക്രമത്തോടും കൂടി സമീപിച്ചതുകൊണ്ടാണ്. ധനികർ അവരുടെ വരുമാനം ചെലവഴിക്കുമ്പോൾ പ്രധാനമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെലവഴിച്ചിരുന്നത്. ആവശ്യമില്ലാത്ത വസ്തുക്കളിൽ പണം കളയുകയില്ല. ഒരു ബജറ്റ് തയ്യാറാക്കുകയും അതിൽ ചെലവ് നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പലതരം നിക്ഷേപങ്ങൾ നടത്തുകയും വരുമാനം സൃഷ്ടിക്കുകയും ചെലവിൽ വിവേകം പാലിക്കുകയും ചെയ്തു. ഈ ശീലങ്ങളൊക്കെ നമുക്കും പാലിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പണം നമുക്കായും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായി മാറും. ബുദ്ധിയോടെയും മൂല്യത്തോടെയും നല്ല മനസ്സോടും കൂടി പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ വളർത്തുമ്പോൾ നമുക്ക് പണം കൂടുകയും സമാധാനം വളരുകയും ചെയ്യും. പണമാകട്ടെ നിന്റെ സേവകൻ, മനസ്സാകട്ടെ നിന്റെ നേതാവ് എന്നാണ് പറയുന്നത്. പണം ഉപയോഗിച്ച് സ്വാതന്ത്ര്യം നേടുകയും സ്വാതന്ത്ര്യം പണം ലഭിക്കാനായി വിളിക്കാതിരിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.